ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് 8 കാര്യങ്ങൾക്ക് ആളുകൾ നിങ്ങളടുത്ത് ചോദിക്കുമ്പോൾ അതിന് വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ ലൈഫ് ചോയ്സ്. അപ്പം നിങ്ങളുടെ ലൈഫ് ചോയ്സ് നിങ്ങളുടെ ചോയ്സാണ്. മറ്റുള്ളവരുടെ നിങ്ങളുടെ ലൈഫ്, നിങ്ങളെങ്ങനെ ഉള്ള ലൈഫ് നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നുള്ള എൻ്റെ തീരുമാനം നിങ്ങളിൽ നിക്ഷിപ്തമാണ്. നിങ്ങൾ ഏത് ജോലി തിരഞ്ഞെടുക്കണം, നിങ്ങൾ ഏത് സിറ്റിയിൽ താമസിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ആളുകൾ വന്ന് ചോദിക്കും, ആർ യു സിംഗിൾ, നിങ്ങളിപ്പോഴും സിംഗിളാണോ, കല്യാണം കഴിച്ചിട്ടില്ലേ? അപ്പം ഇതെന്ന് പറയുന്നത് 100% നമ്മുടെ നമ്മൾ ആളുകളുമായിട്ട് ഇത് ഷെയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആളുകൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കരുത്. രണ്ടാമത്തത്, നമ്മുടെ സമയം നമ്മൾ എവിടെ ചിലവഴിക്കണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പം നീ എന്തുകൊണ്ട് രാത്രി വെളിയിൽ പോയി, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് അവൻ്റെ വീട്ടിൽ പോയി, ആ സമയം നീ എന്തിനാ അവിടെ സ്പെൻഡ് ചെയ്ത്? ഇത് മറ്റുള്ളവരുടെ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ചോദിക്കുന്നതിന് നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കുകയേ ചെയ്യരുത്. അതാണ് നമ്പർ 1. നമ്പർ 2, അപ്പം മൂന്നാമത്തത്, സേ നോ. നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ നോന്ന് മറുപടി കൊടുക്കും. അപ്പം അത് വന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട്, ഇപ്പോൾ ഒരാൾ ഇൻവൈറ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ഇൻവിറ്റേഷൻ കിട്ടി, നിങ്ങൾ പോയില്ല, പിന്നെ വന്ന് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? അത് എൻ്റെ പേഴ്സണൽ കാര്യം, അത് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളെന്തുകൊണ്ട് മോർ വർക്ക് ചെയ്തില്ല, നിങ്ങളെന്തുകൊണ്ട് നിങ്ങളൊരു ബൗണ്ടറി നിങ്ങളടുത്തൊന്നും കൂടുതൽ ആളുകളുമായിട്ടൊന്നും അടുക്കുന്നില്ല? ഇറ്റ്സ് നൺ ഓഫ് ദെയർ ബിസിനസ് അല്ലേ. മറ്റുള്ളവരുടെ എല്ലാം അങ്ങനെ ചോദിക്കുന്നതിന് മറുപടി പറയേണ്ട കാര്യമില്ല. അത് മൂന്നാമത്തെ. നാലാമത്തത്, ഡ്രീംസ് ആൻഡ് ഗോൾസ്. നമുക്ക് വി ഹാവ് ഡ്രീംസ് ആൻഡ് ഗോൾസ് ഉണ്ടായിരിക്കും. അപ്പം മറ്റുള്ളവർ വന്ന് ചോദിച്ചു നിൻ്റെ ഡ്രീം എന്തോ, നിൻ്റെ ഗോൾ എന്തോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെന്തിനാണ് അവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്? നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് വേണം അത് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മളെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ അത് പിടിച്ച് താഴോട്ടിടുകയും ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഡോണ്ട് ഷെയർ വിത്ത് എനിബഡി യുവർ ഡ്രീംസ് ആൻഡ് ഗോൾസ്. ദെൻ യുവർ ഹീലിംഗ്. ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ തന്നെ ട്രോമ കാണും, ചില നഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ, അതിൻ്റെ ഹീലിംഗ് പ്രോസസ്സ്, അതിൻ്റെയൊക്കെ ഇങ്ങനെ പ്രയാസം. ഇപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അതെന്ന് നിങ്ങൾ ഹീലാവും, മറ്റത് എന്താണ്, അതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു? അപ്പോൾ അവർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് യാതൊരുവിധ എക്സ്പ്ലനേഷനും കൊടുക്കരുത്. നമ്മളെ ഹീലിംഗ് ആയിരുന്നാലും, നമ്മളെ ലോസ് ആയിരുന്നാലും, നമ്മുടെ ഹാർട്ട് ബ്രേക്കായതായിരുന്നാലും അത് 100% നമ്മളിൽ നിക്ഷിപ്തമാണ്. അതിന് മറ്റുള്ളവർക്ക് നമ്മൾ വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, നിങ്ങളുടെ ഫൈനാൻസ്, സാമ്പത്തികം നിങ്ങളുടെ സമ്പത്താണ്. നിങ്ങളെന്തിന്, എവിടെ സ്പെൻഡ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ സേവ് ചെയ്യണം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യമാണ്. ബാക്കിയുള്ളവർ അതിൽ വന്ന് നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് എക്സ്പ്ലനേഷൻ, വിശദീകരണം, നമ്മൾ മലയാളത്തിൽ പറയുന്ന വിശദീകരണം അല്ലെങ്കിൽ മറുപടി അർഹിക്കാത്ത ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല. അടുത്ത അത് തിങ്കിങ്. നമ്മൾ തിങ്ക് ചെയ്യുന്ന അതനുസരിച്ച് നമ്മൾ ഇപ്പം മറ്റം വന്ന് നീ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ച്, അതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ആലോചിച്ചുകൂടെ ഇരുന്ന, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്, അത്
ദാറ്റ്സ് മൈ ലൈഫ്, ദാറ്റ്സ് മൈ ചോയ്സ്. അപ്പോൾ അത് നമ്മൾ അവരുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല, അതിന് മറുപടി കൊടുക്കണ്ട. അത് മറുപടി അർഹിക്കാത്ത ഒരു ചോദ്യമാണ്. അപ്പം ഇസബെല്ല ചേസ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഇതൊക്കെയാണ്. നമ്മൾ മറുപടി അർഹിക്കാത്ത ചില ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. പിന്നെ ചിലർ വന്ന് നിങ്ങൾ ആർ യു ഡിവോഴ്സ്ഡ്, ആർ യു മാരീഡ്, യു ഹാവ് എനി റിലേഷൻ വിത്ത് സംബഡി. ജസ്റ്റ് ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് ചോദിക്കണം, അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ മറുപടി അർഹിക്കാത്തതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്ന് ബാക്കിലോട്ട് തിങ്ക് ചെയ്താൽ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള പല സന്ദർഭങ്ങളിൽ ഇതുപോലെയൊക്കെ ആളുകൾ വന്ന് ഇങ്ങനെയൊക്കെയുള്ള അൺനെസസറി ആയിട്ടുള്ള ഈ മറുപടി അർഹിക്കാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാണും. അപ്പോൾ ഇത് ഇൻ ഫ്യൂച്ചറിൽ അഥവാ അതിനെ നിങ്ങൾ മറുപടി കൊടുത്തെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്ന് മൈൻഡിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതിന് മറുപടി അർഹിക്കുന്നില്ല, അതിന് മറുപടി കൊടുക്കാനായിട്ട് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടൻസ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സോഫാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം അപ്പോഴെപ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം ഇതുവരെ ശ്രദ്ധിച്ചിരുന്ന എൻ്റെ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ഈവനിങ്.